സാധാരണ നമ്മുടെ ബി എല്ലിനെ ഒരു എയർവേ ബി എല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഡിഫറൻസ്, ഈ ബി എൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതായത് ഈ കാർഗോ മൂവ് ചെയ്യുമ്പോൾ തന്നെ ബയ്യർക്ക് ഈ കാർഗോയെ വീണ്ടും തിരിച്ച് വേറെ ആളിലേക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ബി എല്ല് നമ്മുടെ കാർഗോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ട്രാൻസിറ്റ് ടൈം വളരെ കൂടുതലായിരിക്കും, ചിലപ്പോൾ 30 ഡേയ്സ് 40 ഡേയ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ബയ്യറാണെങ്കിൽ, മെർച്ചൻ്റ് ട്രേഡർമാരാണെങ്കിൽ അവർക്ക് ഈ കാർഗോനെ വേറൊരു തേർഡ് പാർട്ടിക്ക് മറച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വേണം. അതുകൊണ്ടാണ് ബി എൽ ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത്, ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള, അതായത് ഈ ഒരു ഓണർഷിപ്പ് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ബി എല്ലിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ എയർ ബിൽ എടുത്താലോ, എയർ കാർഗോ നമുക്കറിയാം താരതമ്യേന ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മുടെ കാർഗോ എത്തിച്ചേരും. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് വീണ്ടും അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് എയർവേ ബിൽ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നെഗോഷ്യബിൾ